പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. VS-നൊപ്പമുള്ള കുഞ്ഞികൃഷ്ണന്റെ ചിത്രവും ചേർത്താണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. നിങ്ങൾ കാട്ടിയ പാതയിലൂടെ ഇനിയും മുന്നോട്ട് എന്ന് ഫ്ലക്സ് ബോർഡുകളിലുണ്ട്. ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, കുഞ്ഞികൃഷ്ണനെതിരെ നടപടിയുണ്ടാവും, അതൊരു പക്ഷേ പുറത്താക്കൽ നടപടി ആയേക്കും. അതേസമയം രക്തസാക്ഷി ഫണ്ടിലെ അഴിമതി ആരോപണത്തിൽ വ്യക്തമായ മറുപടി CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമില്ല. പയ്യന്നൂരിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? രതീഷ, നേരത്തെ തന്നെ ഈ പയ്യന്നൂരിൽ CPM-ൽ വിഭാഗീയത ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ വി കുഞ്ഞികൃഷ്ണനെ എതിർത്തുകൊണ്ട് ഒറ്റുകാരനെ തിരിച്ചറിയുക എന്ന രീതിയിൽ ഫ്ലക്സ് ബോർഡുകൾ നേരത്തെ പ്രത്യക്ഷപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് VS-നൊപ്പമുള്ള ചിത്രവും ചേർത്തുകൊണ്ടാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പയ്യന്നൂർ തായിനേരി എന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ അത്തരം ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടാകുകയും ചെയ്തു. ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. അല്പസമയത്തിനകം നേതാക്കൾ അടക്കം എത്തിയിട്ടുണ്ട്. ആ യോഗത്തിൽ കുഞ്ഞികൃഷ്ണനെതിരായ നടപടി ചർച്ച ചെയ്യും. അതിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും പരസ്യ പ്രതികരണം പാർട്ടിക്കെതിരെ നടത്തിയ സ്ഥിതിക്ക് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നടപടി ഉണ്ടാകും. നാളെ ജില്ലാ കമ്മിറ്റി കൂടി ചേർന്നിട്ടായിരിക്കും അന്തിമമായ ഒരു തീരുമാനമുണ്ടാവുക. ഏത് നടപടി ഉണ്ടായാലും അത് അംഗീകരിക്കാൻ താൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ്. അതായത് 2022 ആദ്യം വി കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിക്കുന്നത്. അത് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. 2025 ഉന്നയിക്കുന്ന ആരോപണം EP ജയരാജനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറുമായി കണ്ടതും അതും ഒപ്പം പയ്യന്നൂരിൽ ഈ 20 കോടി രൂപ മുടക്കി, അതായത് വലിയ തുക മുടക്കി അവിടെ ഒരു സ്ഥലം വാങ്ങി സഹകരണ സ്ഥാപനം. ഈ രണ്ട് കാര്യങ്ങൾ 2022 വിഷയത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചു. അങ്ങനെ ഒരു ഫണ്ട് തട്ടിപ്പേ നടന്നിട്ടില്ല എന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. അത് വി കുഞ്ഞികൃഷ്ണൻ അംഗീകരിച്ചിട്ടില്ല. അത് അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല എന്നതാണ് പറഞ്ഞത്. എന്നാൽ 2025 EP-ക്കെതിരെയും ഈ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിലാണ് 3 അംഗ അന്വേഷണ കമ്മീഷനെ വെച്ചത്. അതിൽ പനോളി വത്സനുണ്ടായിരുന്നു, P ഹരീന്ദ്രൻ ഉണ്ടായിരുന്നു, ഒപ്പം പ്രകാശ് മാസ്റ്ററും ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ റിപ്പോർട്ടും ഇദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ തന്നെ ശരിയല്ല എന്നതാണ്. അതിലാണ് തെളിവ് നൽകിയില്ല എന്നൊരു വിഷയം വരുന്നത്. ആ തെളിവ് നൽകിയില്ല എന്നത് കുഞ്ഞികൃഷ്ണൻ അംഗീകരിക്കുന്നുണ്ട്. പൂർണ്ണമായും തെളിവ് നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനോട് താൻ വിയോജിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് ഒരു തരത്തിലും ഇദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല എന്ന് നേരത്തെ കണ്ടെത്തിയതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്കൊരു തീരുമാനം ഉണ്ടാവില്ല. പാർട്ടി ഓൾറെഡി, അതായത് ഇതിനോടകം തന്നെ പാർട്ടി ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തി. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്മേൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നതാണ്. അത് നടപടിയാണ്. അച്ചടക്ക നടപടി പുറത്താക്കലാണോ മറ്റെന്തെങ്കിലും ആണോ എന്നതാണ് അറിയേണ്ടത്. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച്, പക്ഷേ അതിനിടയിൽ ഫ്ലെക്സ് വരികയാണ്. VS-നൊപ്പമുള്ള കുഞ്ഞികൃഷ്ണന്റെ ചിത്രം ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള മറുപടി ഫ്ലെക്സ്. നേരത്തെ കുഞ്ഞികൃഷ്ണനെതിരെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു, അതിന് മറുപടി എന്ന നിലയിലാണ്. അതേസമയം പാർട്ടിയുടെ നടപടി നാളെ ഉണ്ടാകുമെന്നാണ് ഫെലിക്സ് നൽകുന്ന വിവരം.